ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ റംസാൻ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ പണികളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഉപ്പാടെ വീട്ടിലേക്ക് പോകാണ് കേട്ടോ. ഇക്കാൻ്റെ ഉപ്പാൻ്റെ വീട്ടിലേക്കാണ് പോണത്. ഉപ്പപ്പം മരിച്ച മൗലൂദാണ്. അപ്പോൾ ഇന്ന് നോമ്പ് തുറ അവിടെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇൻട്രോ ഞാൻ വീട്ടിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ, നമ്മുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ ഇപ്പോൾ ഞാൻ പോണത് തൊട്ടടുത്തൊരു ഷോപ്പിൽ കേട്ടോ. അപ്പോൾ അവിടെ പോയി സ്കൂട്ടി ഇവിടെ വെച്ചതിന് ശേഷം 1:30 ബസ്സിനാട്ടോ പോകുക പപ്പായുടെ വീട്ടിലേക്ക്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ എൻട്രോ പെട്ടെന്ന് കൊടുത്തതാണ്. ഇനി എപ്പോഴാണ് വീഡിയോ എടുക്കുക ഏതാണെന്നൊന്നും അറിയില്ല. മാക്സിമം ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിക്കാം. എല്ലാവർക്കും വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. സിറ്റുവേഷൻ എങ്ങനെയാണ് അതിനനുസരിച്ച് എടുക്കും. കാരണം എന്താ വെച്ചാൽ ഉസ്താദ്മാരും കാര്യങ്ങളൊക്കെ മൗലൂദിനുണ്ടോയെന്ന് അറിയില്ല, ചിലപ്പോൾ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് നോക്കട്ടെ എങ്ങനെ ഏതാന്നൊക്കെ. അപ്പോൾ എല്ലാവരും കമൻസൊക്കെ അറിയിക്കാം, നോമ്പൊക്കെ എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോട്ടെ കേട്ടോ ഷോപ്പിക്ക്. ഇട്ടുണ്ട് കേട്ടോ, ഒരു വണ്ടികളും ഇല്ല. നോമ്പായേണ്ട തോന്നുന്നു, എല്ലാവരും വീട്ടിലാണ് തോന്നുന്നുണ്ട്. ഒരു വണ്ടികളും ഇല്ല. അല്ലെങ്കിൽ നമ്മൾ വരുന്ന സമയത്ത് ഇഷ്ടം പോലെ വണ്ടികളുണ്ടാവും കേട്ടോ. പക്ഷെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഗൈസ് കട പൂട്ടിയിട്ടുണ്ട് കേട്ടോ. ആൾ പള്ളിക്കൊക്കെ വയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുക കേട്ടോ. ചിലപ്പോൾ ഇപ്പോൾ വരികയായിരിക്കും. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുക. പള്ളിയിൽ നിന്ന് വന്നിട്ട് വേണം നമുക്ക് പൈസ വാങ്ങിക്കാൻ. ഞാൻ ക്യാഷ് ജിപേ അവർക്ക് ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ വാങ്ങിച്ചിട്ട് വേണം പോകാൻ. നമ്മുടെ അയൽവാസി കേട്ടോ. അപ്പോൾ അവരുടെ കയ്യിൽ പൈസ കൊടുക്കും. ATM കാഞ്ഞിരത്താണ് ഇവരെ പോകേണ്ടതെന്ന് എഴുതിയിട്ടാണ് ഇവരെ കയ്യിൽ കൂട്ടി കൊടുത്തത്. പക്ഷെ ഇവരിപ്പോഴും വന്നിട്ടില്ല. പള്ളി കഴിഞ്ഞ് വന്നിട്ട് ക്യാഷ് വാങ്ങിച്ചിട്ട് വേണം തിരിച്ചു പോവാൻ. എൻ്റെ കൈസ് ഭയങ്കര വെയിലാണ് കേട്ടോ. വെയിലത്താണ് അവർ പണിയെടുക്കുക. വെയിൽ വെച്ചിട്ട് സഹിക്കാവുന്നില്ല. ഈ കണ്ണാട്ട പള്ളിയിൽ നാളെ വന്നിട്ട് വേണം നമുക്ക് ക്യാഷ് വാങ്ങിക്കാൻ. നല്ല വെയിലാണ്, ഒടുക്കത്ത വെയിൽ. ഇപ്പോഴും വന്നിട്ടില്ല കേട്ടോ. നല്ല വെയിലാണ് മക്കളെ, സഹിക്കാൻ വയ്യ. ഇപ്പോൾ ഇവിടെ ടൈം 1 മണി കേട്ടോ. 1:30 നമ്മുടെ ബസ് വരിക. അപ്പം അതിൻ്റെ ഉള്ളിൽ വന്നാൽ മതിയായിരുന്നു. എപ്പോഴേ വരാവും. എന്ത് വെയിലാവും, കത്തണ വെയിലാണ്. അങ്ങനെ ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വന്ന് കയറുകയാണ് കേട്ടോ. അവർ വന്നു, ക്യാഷൊക്കെ വാങ്ങിച്ചു. ഇതാ വീട്ടിലെത്തി. ഇനി നേരെ ബത്തുവിന് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തതിന് ശേഷം വേണം പോകാൻ. പിന്നെ 10 ദിവസത്തിൻ്റെ ഡ്രസ്സ് മാറലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതാട്ടോ ഡ്രസ്സ്. ബത്ത് ചിരിച്ച ബത്ത് ഹായ് പറഞ്ഞ ബത്ത് ഹായ് പറഞ്ഞ ഹായ് ആ ടാറ്റയാണ്. വെച്ച് കൊടുക്കണം. ഹായ് ബത്ത് ഇങ്ങോട്ട് നോക്കട്ടെ, തൊടാൻ പാടില്ല. ബത്തിൻ്റെ ലുക്ക് ടാറ്റ എടുത്ത ബത്തു ബായ്. നോക്കട്ടെ ഇനി നോക്കട്ടെ, ചിരിച്ച ലിപ്സ്റ്റിക് ഇട്ട. ഓക്കെ. ഇപ്പോൾ ഗൈസ് ഞങ്ങളിതാ പോകാൻ കേട്ടോ. അമ്മയും ബത്ത് നടക്കുന്നുണ്ട്. ബസ് സ്റ്റോപ്പൊക്കെ നടക്കാം കേട്ടോ. ബസ് പോയിക്കോന്ന് അറിയാം കേട്ടോ. ബസ് ഹായ് ഗൈസ്. അപ്പോൾ ഞാനിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. എത്തിയിട്ട് ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. ബത്തുവിന് ഫീഡ് ചെയ്തതിന് ശേഷം ഞാൻ വീഡിയോ ഓണാക്കിയത് കേട്ടോ. പിന്നെ എന്താ പറയുക, ബസ് കിട്ടിയില്ല. 1-2 ബസ് കിട്ടിയില്ല. ബസ് ഇന്ന് ലീവാണ്.
അപ്പോൾ ചാലിശ്ശേരിക്ക് വേറെ ബസ്സിനായിട്ട് വന്നു. ആദ്യം ഓട്ടോയിൽ കയറി, പിന്നെ ബസ്സിൽ കയറി, പിന്നെ ബസ്സിൽ വീണ്ടും കയറി. ലാസ്റ്റ് ഇവിടെ എത്തി. ബത്ത് ഇവിടെ ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ബത്ത് എന്തൊക്കെയാണ് അവിടെ നിന്ന് വലിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ബത്ത് ഹലോ ചോദിച്ചത് ഹായ് പറ. ബത്ത് എന്താ ചെയ്യണ ഇവിടെ? അപ്പം ഞങ്ങളിത് അവിടെ എത്തിയിട്ടുള്ളൂ. അപ്പം ഇനി നോമ്പ് തുറക്കുന്ന സമയത്ത് കാണാം കേട്ടോ. ഞാൻ കിച്ചണൊക്കെ പോട്ടെ. ഓക്കെ ബൈ. അപ്പോൾ ഗൈസ് നമ്മുടെ ഫ്രൂട്ട്സ് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാം സെറ്റായിട്ടുണ്ട്. ബാങ്ക് കൊടുക്കാനായാൽ മതി. മൗലൂദ് തുടങ്ങിയിട്ടില്ല കേട്ടോ. ഒരു 5:30 ആകുമ്പോൾ ഉസ്താദ് വരും. ഇപ്പോൾ ടൈം 5:30 കഴിഞ്ഞിരിക്കണം. 5:35 ആയിട്ടുണ്ട്. ഉസ്താദ് വന്നതിന് ശേഷം മൗലൂദ് കഴിഞ്ഞിട്ട് നമുക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ നോമ്പ് തുറക്കാം. അപ്പോൾ ബത്ത് ഇവിടെ ഇങ്ങനെ നടക്കുന്നു കേട്ടോ. ബത്ത് ഹായ് വരണം. ബത്ത് ബത്ത് അപ്പോൾ ഇനി നോമ്പ് തുറക്കുന്ന സമയത്ത് കാണാം കേട്ടോ. പിന്നെ ചായ, പാൽ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈത്തപ്പഴം, വെള്ളം കലക്കിയത്, പിന്നെ ഫ്രൂട്ട്സ് മുസമ്പി, കക്കേരിക്ക, ആപ്പിള്, മുന്തിരി അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ആപ്പിൾ പിന്നെ ഒരു 6 മണിക്കാണ് സമയത്ത് കട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ പഴംപൊരി, ഉള്ളിവടയൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ അവിടുന്ന് പെട്ടെന്ന് എടുത്ത് വെക്കുന്ന സമയത്ത് വീഡിയോ എടുത്തതാട്ടോ. പിന്നെ ചിക്കൻ കറി, പിന്നെ പായസം. നമ്മൾ ഫാമിലി നമ്മളെ വീട്ടിൽ മാത്രമേ ഉള്ളൂ, പുറത്തുനിന്ന് ആരും ഇല്ല കേട്ടോ. നമ്മൾ മക്കൾ മാത്രം, മക്കളും മരുമക്കളും അങ്ങനെയൊക്കെ കേട്ടോ. പേരക്കുട്ടികൾ അങ്ങനെ വീട്ടിലുള്ളവർ മാത്രമായിട്ട് ഉപ്പാൻ്റെ വീട്ടിലാട്ടോ. പിന്നെ നോമ്പറക്കുന്ന സമയത്ത് ആണുങ്ങൾക്കൊക്കെ ഹാളിക്ക് വെച്ച് കൊടുത്തു. വെള്ളം കലക്കിയതും പായസമൊക്കെ ചെക്കിലാക്കി, പിന്നെ പൊരിക്കടികളും ഫ്രൂട്ട്സും പഴം ഇതൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ വത്തക്കട ജ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മളൊക്കെ പുറത്തിരുന്നിട്ട് നോമ്പ് തുറന്നു കേട്ടോ. പിന്നെ നോമ്പ് തുറന്നതിന് ശേഷം അപ്പൊക്കെ കൊടുക്കുമ്പോഴുള്ള ബഹളമാണ് കേട്ടോ. അപ്പോൾ പത്ത് ഫോണിൽ കാർട്ടൂൺ ഇട്ടിട്ട് ഡാൻസ് കളിക്കുക കേട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ ഹാളിൽ വെച്ച് കൊടുത്തു. പിന്നെ നമ്മൾ ലാസ്റ്റ് കഴിച്ചു. പിന്നെ നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഫസ്റ്റത്തെ നോമ്പ് അൽഹംദുലില്ലാ റാഹത്തായി കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. ഓക്കെ ബൈ. അസ്സലാമു അലൈക്കും.